ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൈസ ഷൈഉൻ അഹബ്ബു ഇലല്ലാഹി മിൻ ഖത്രതൈനി വ അഥറൈനി ഖത്രതു ദുമൂഇൻ മിൻ ഖശിയത്തില്ലാ വ ഖത്രതു ദമിൻ യുഹ്റാഖു ഫീ സബീലില്ലാ വ അമ്മൽ അസറാൻ ഫഅസറുൻ ഫീ സബീലില്ലാ വ അസറുൻ ഫീ ഫരീലത്തിൻ മിൻ ഫറാഇലില്ലാഹി തആല. റവാഹു തിർമിദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളെക്കുറിച്ചും അതുപോലെ തന്നെ രണ്ട് അടയാളങ്ങളെക്കുറിച്ചും. ഒന്ന്, ഖത്രത്തു ദുമൂഇൻ മിൻ ഖശിയത്തില്ല. ആദ്യത്തെ തുള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയത്താൽ കരയുന്ന ആ കണ്ണുനീർ തുള്ളിയാണ്. രണ്ടാമത്തത് ഖത്രത്തു ദമിൻ യുഹ്റാഖു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചൊരിയപ്പെടുന്ന ചിന്തപ്പെടുന്ന ആ രക്തത്തിൻ്റെ തുള്ളിയാണ്. അമ്മൽ അസറാൻ, ഇനി രണ്ട് അടയാളങ്ങൾ, അതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. അസറും ഫീ സബീലില്ലാ, അതിലൊരടയാളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അതായത് ജിഹാദിനോ അതെങ്കിലും മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള അള്ളാഹുവിൻ്റെ കലിമത്തിനെ ഉയർത്തുന്നതിനുള്ള ആ പരിശ്രമത്തിൽ ഇടയിൽ നമുക്ക് സംഭവിക്കുന്ന അടയാളങ്ങളാണ്, വസ്ത്രത്തിലോ ശരീരത്തിലോ ഒക്കെ. അസറും ഫി ഫരീലത്തിൻ മിൻ ഫറായിലില്ല. രണ്ടാമത്തെ അടയാളം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ഒരു നിർബന്ധമായ ബാധ്യത നിറവേറ്റുന്നതിനിടയിൽ, അല്ലെങ്കിൽ ആ നിർബന്ധ ബാധ്യത നമ്മൾ നിറവേറ്റുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അടയാളങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ഈ ഹദീസിനെ അപ്പടി ജീവിതത്തിൽ പകർത്തിയ ആളുകളാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നിമിഷം ഒന്ന് സങ്കല്പിച്ച് നോക്കാം, നമ്മൾ പ്രവാചകൻ്റെ കൂടെ മക്കയിലോ മദീനയിലോ ഒക്കെ ജീവിച്ചിരുന്നുവെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു, ബദറിലോ ഉഹദിലോ ഖന്തക്കിലോ ഒക്കെ ഉള്ള യുദ്ധങ്ങളിൽ നാം പങ്കെടുക്കുമായിരുന്നു. അവിടെ നമ്മൾ ആ യുദ്ധങ്ങളിൽ രക്തസാക്ഷികളായിട്ടില്ലായിരുന്നുവെങ്കിൽ പോലും അത് കാരണം നമുക്ക് മുറിവുകളോ വൈകല്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ശരീരത്തിൽ മറ്റ് അടയാളങ്ങളോ ഒക്കെ ഉണ്ടാകുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുറിവേറ്റ ഒരാളെ കാണുമ്പോൾ അയാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമായിരുന്നു, ഈ വ്യക്തിക്ക് സ്വർഗത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു വൈകല്യമോ മുറിവോ ഉണ്ടാകില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശാരീരികമായി മുറിവേൽക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് ഇതൊരു വലിയ ആശ്വാസമായിരുന്നു. അന്ത്യദിനത്തിൽ ഒരാളോട് അവരുടെ ശരീരം അതെന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരം ചെലവഴിച്ചതിൻ്റെ ഉദാഹരണമാണ് ഇത്തരത്തിൽ ആ അള്ളാഹുവിൻ്റെ കലിമത്തിനെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്കിടയിൽ നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന ഏതൊരു തരത്തിലുള്ള അതിനെ പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ കണ്ണുനീർ നമ്മൾ ആ ശരീരത്തിൽ നിന്ന് രക്തം ചിന്തപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ തുള്ളി, അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. കണ്ണുനീരിനെ കുറിച്ച് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചൊരിയപ്പെടുന്ന കണ്ണുനീർ, അതായത് അള്ളാഹുവിനെക്കുറിച്ച് പേടിച്ചിട്ടുള്ള ഒരു കരച്ചിലല്ല, മറിച്ച് അള്ളാഹുവുമായിട്ടുള്ള ആത്മീയവും ആഴത്തിലുള്ളതുമായ ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലും ആരാധനകളിലും ഇസ്തിഗ്ഫാറുകളിലുമൊക്കെ നമുക്ക് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർ ഇറ്റിറ്റു വീഴുന്നു. അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും പശ്ചാത്തപിക്കുമ്പോഴും ഉണ്ടാകുന്ന കണ്ണുനീരിനെയാണ് വാസ്തവത്തിൽ ഇവിടെ പ്രത്യേകം പരാമർശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. സമയത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഐനാനി ലാ തമസ്സുഹുമന്നാർ, രണ്ട് കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല. ഐനുൻ ബഖത് മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെക്കുറിച്ച് അവനെക്കുറിച്ചുള്ള ഓർമ്മ കാരണം, അവനെക്കുറിച്ച് അവൻ്റെ മഹത്വത്തെക്കുറിച്ച് ഓർത്ത് ആ ഒരു ഗാംഭീര്യത്തെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞ ഒരു കണ്ണ്. ഐനുൻ ബാത്തത്ത് തഹറുസു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിന്ന് അങ്ങനെ ഉറക്കമൊഴിച്ച ഒരു കണ്ണ്. ഈ രണ്ട് കണ്ണുകളെയും നരകശിക്ഷ സ്പർശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. രണ്ടാമത്തെ ഒരു സംഗതിയാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അടയാളങ്ങൾ. ഉദാഹരണത്തിന് നോക്കൂ, ഇപ്പോൾ നമ്മൾ അള്ളാഹുവിന് വേണ്ടി
ഹജ്ജ് ചെയ്യുമ്പോൾ ആ ഹജ്ജ് നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്ത എല്ലാവരുടെയും ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ ഹജ്ജ് ചെയ്യുമ്പോൾ അറഫാ ദിനത്തിൽ നമ്മൾ നോക്കൂ, അവിടെ ഇഹ്റാമിൻ്റെ വസ്ത്രമണിഞ്ഞ ധാരാളം തീർത്ഥാടകരെ നമുക്ക് കാണാം. അവർ ദിവസങ്ങളോളം നേരെ ചൊവ്വെ ഉറങ്ങിയിട്ടുണ്ടാകില്ല. അവരുടെ മുഖത്ത് പൊടിപടലങ്ങളും ഉറക്കമില്ലായ്മയൊക്കെ കാരണം കണ്ണുകൾക്ക് താഴെ കറുത്ത പാടുകളുണ്ടാവും. അവർ അങ്ങേയറ്റം ക്ഷീണിതരായി കാണപ്പെടും. അറഫാ മൈതാനിയിൽ ആരും പോയിരിക്കുന്നത് അവരുടെ യഥാർത്ഥ രൂപത്തിലായിരിക്കില്ല, മറിച്ച് ക്ഷീണത്തോടെ അതുപോലെ തന്നെ ഉറക്കച്ചടവോടെ ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ആ അഭിമാന നിമിഷത്തിൽ അള്ളാഹു മലക്കുകളോട് പറയുന്നതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ദക്കറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നല്ലാഹ യുബാഹി ബിൽ മലായിക്കത്തി ഫി യൗമി അറഫ. അറഫാ ദിവസത്തിൽ അള്ളാഹു മലക്കുകളോട് തൻ്റെ അടിമകളെക്കുറിച്ച് അഭിമാനത്തോടെ പറയും. വയഖൂൽ ഉൻദുറു ഇല ഇബാദി ഹ ഉലായി, എൻ്റെ ഈ അടിമകളെ നിങ്ങൾ നോക്കൂ. ജാഊനി മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, അവർ എല്ലാ വിദൂര പ്രദേശങ്ങളിൽ നിന്നും എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ശഅസൻ ഗബറൻ, മുടി പാറിപ്പറന്നതായിട്ടും പൊടി പുരണ്ടതായിട്ടും. ഖദ് ഹുരിമു മിന റാഹ, അവർക്ക് ആശ്വാസം, ഉറക്കം, വിശ്രമമൊക്കെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. വകുല്ലുമാ യത്ലുബൂനഹു ഹുവ റഹ്മതി വഫദ്ലി, അവർ ആകെ ചോദിക്കുന്നത് എൻ്റെ കാരുണ്യവും എൻ്റെ ഔദാര്യവുമാണ്. ലഖദ് മറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബഹു ബിദാലിക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അവരുടെ അടുത്തുകൂടി ഇങ്ങനെ നടന്നുപോയി. മറൗബി അയ്യാമിൻ വല ലയാലിൻ മിനൽ ജുഹ്ദി വത്തഅബിലില്ല, അള്ളാഹുവിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ദിനരാത്രങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഉറക്കവും അതുപോലെ തന്നെ ധാരാളം ക്ഷീണവുമൊക്കെ സഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ദക്കറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഖ്സല്ലദി യുഷീബു ഷഅറുഹു വഹുവ ഫിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലായിക്കൊണ്ട് മുടി നരക്കുന്ന ഒരാളെക്കുറിച്ച് പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. വശഖ്സുല്ലദി യുസാബു ബിജർഹൻ ഫി സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിക്കേൽക്കുന്ന ഒരാളെക്കുറിച്ചും പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ആ ജീവിതത്തിൽ അവരുടെ ശരീരത്തിലും അവരുടെ വസ്ത്രത്തിലുമൊക്കെ ഉണ്ടാകുന്ന ആ അടയാളങ്ങൾ, അത് അള്ളാഹുവിൻ്റെ നരകത്തെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടയാളങ്ങളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ അത്തരം ഈ ഒരു കാര്യം അള്ളാഹുവിന് വേണ്ടി ഒരു ദാസൻ തൻ്റെ കഷ്ടപ്പാടുകൾ സഹിച്ചു എന്നതിൻ്റെ തെളിവുകളായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചുമകൻ പേരക്കുട്ടി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അന്തരിച്ചപ്പോൾ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം രാത്രി കാലങ്ങളിൽ ചുമന്നുകൊണ്ടു പോയതിൻ്റെ അടയാളങ്ങൾ അദ്ദേഹത്തിൻ്റെ മുതുകിൽ കാണാനുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്തരം പാടുകൾ, അതായത് മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടി, അവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി, ജനസേവനത്തിൻ്റെ മാർഗത്തിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മാർഗത്തിൽ അവർ സഹിച്ച ത്യാഗങ്ങൾ, അത്തരം ആളുകൾക്ക് ആ പാടുകൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് എന്നതാണ്. അതുപോലെ തന്നെ സുജൂദിൻ്റെ അടയാളങ്ങൾ, ചില ആളുകൾക്ക് അസറു സുജൂദ്, ധാരാളമായി നമസ്കരിക്കുകയും ദീർഘനേരം സുജൂദിൽ കിടക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നെറ്റിത്തടത്തിൽ ഒരു പാട് വരിക സ്വാഭാവികമാണ്. അതൊരു കേവല ശാരീരിക അടയാളം മാത്രമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ മുഖങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒന്നുകൂടിയാണത്. വർഷങ്ങളോളം അള്ളാഹുവിന് സുജൂദ് ചെയ്തത് കാരണം നെറ്റിയിൽ അത്തരം അടയാളങ്ങളുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ അടയാളങ്ങളെല്ലാം അവരുടെ മനസ്സിൻ്റെ വിനയത്തെ, അത് അള്ളാഹുവിന് വേണ്ടി അവർ വഴങ്ങുന്നതിനെ ചിത്രീകരിക്കുന്നതാണ്. പക്ഷേ അതേ സന്ദർഭത്തിൽ ഒരാൾ മനഃപൂർവ്വം അത്തരമൊരു അടയാളം ഉണ്ടാകാൻ വേണ്ടി ശരീരത്തെ ഉപദ്രവിക്കാൻ നമ്മളോട് ആരും കൽപ്പിക്കുന്നില്ല. മറിച്ച് അള്ളാഹുവിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ശരീരം മുറിക്കാനോ രക്തം ചിന്താനോ ഒന്നും ആരും മുതിരാൻ പാടില്ല. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാൻ കഷ്ടപ്പെട്ട ആ നിമിഷങ്ങൾ, ചിലപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ പരിക്കേറ്റ ആളുകൾ, നമസ്കാരം പ്രയാസകരമായി തോന്നിയിട്ടും അത് നിർവഹിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ശരീരത്തിലുണ്ടാകുന്ന അടയാളങ്ങളും, അതുപോലെ തന്നെ പ്രായമായിട്ടും അള്ളാഹുവിന് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്ന വിനയത്തോടും നിസ്സഹായതയോടും കൂടി അള്ളാഹുവിന് വേണ്ടി കണ്ണുനീർ പൊഴിക്കുന്ന ആളുകൾ, അവരുടെ ശരീരത്തിന് തേയ്മാനവും തളർച്ചയും ഒക്കെ സംഭവിക്കുന്നുണ്ടാകും. പക്ഷേ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് എന്ന് അവൻ അറിയുന്നു. അപ്പോൾ അത് ആ കണ്ണുനീരും പ്രാർത്ഥനകളും ആ പ്രയാസങ്ങളും ആ വിഷമങ്ങളും ആ അധ്വാനങ്ങളൊന്നും അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയില്ല.
തീർച്ചയായും അത്തരം സംഗതികളെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ അർത്ഥത്തിൽ അള്ളാഹുവിന് പ്രിയപ്പെട്ട കണ്ണുകളുടെ, അള്ളാഹുവിന് പ്രിയപ്പെട്ട അടയാളങ്ങളുടെ ഉടമസ്ഥരാകാൻ നമ്മെ അള്ളാഹു തുണക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.